വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് മസ്കറ്റിലുള്ള കുറം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ഒരു പാർക്കിലാണ്. അപ്പോൾ ഇത് യൂഷ്വലി പോകുന്ന പാർക്കല്ല, ഇത് കുറച്ചുകൂടി വലിയൊരു പാർക്കാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയായി. എന്നിട്ട് മിലുവിനെ ഞാൻ റെഡിയാക്കാമെന്ന് വിചാരിച്ചേ. അത് കണ്ടത് എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് അരമണിക്കൂർ കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി. കാരണം മിലുവിനെ റെഡിയാക്കൽ ഒരു അരമണിക്കൂർ ടാസ്ക്കാണ്. പാമ്പേഴ്സ് ഇട്ട് കൊടുക്കാൻ തന്നെ ഒരുവിധം ഞാൻ അവനെ എങ്ങനെയൊക്കെയോ നമ്മുടെ പേഷ്യൻസൊക്കെ ടെസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ഇട്ട് കൊടുത്ത്. അങ്ങനെ എന്നിട്ട് പിന്നെ അവന് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഷർട്ടൊക്കെ ഇടുന്നതിൻ്റെ ഇടയിൽ കുത്തിമറയലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു പാർക്കിൽ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആളിരുന്ന് തന്ന് സഹകരിച്ച് തന്നെ. അങ്ങനെ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ അവന് പറയുകയാണേ അവന് ബാത്റൂമിൽ പോകണമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ഡ്രസ്സ് മാറ്റിയാലോ എന്നൊക്കെ വിചാരിച്ച്, പക്ഷെ എനിക്കത് ഇഷ്ടമായില്ല. എന്നിട്ട് ഞാൻ എൻ്റെ ഫേസ് ഭയങ്കര ഓയിലായി, അപ്പോൾ പെട്ടെന്ന് പോയിട്ട് ഫേസ് വാഷ് ചെയ്തേ. ഞാനൊരു ഷോളൊക്കെ വിട്ടിട്ടാണ് പോയത്, കാരണം ഡ്രസ്സ് നനഞ്ഞാലോ വിചാരിച്ചിട്ട്. അങ്ങനെ ഞാനതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ലിപ്സ്റ്റിക്ക് ഇട്ട്, പക്ഷേ മിലു കാണണമെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് ഞാനത് ഒളിപ്പിച്ചിട്ട് ഒക്കെയാണ് ഇട്ടത്. എന്നിട്ട് പിന്നെ ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന എൻ്റെ ഹെയർ ഫോളൊക്കെ ഒന്ന് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഇതാണ്. ഇത് കോട്ടകിൽ ആയുർവേദേൻ്റെ ബേബി ഓയിലാണ്. ഞാനും മിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യൽ കേട്ടോ. അവനായാലും നല്ല ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ ആൾ ബാത്റൂമിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ അവനെ മൂന്നാമത്തെ വട്ടം ഞാൻ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെയും ഡ്രസ്സൊക്കെ മാറ്റി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊരു ഫൈനൽ റൗണ്ടായിട്ട് ആൾ ഓടിപ്പോയി. പിന്നെ ഋതുവിനെ പിന്നെ റെഡി ആവാൻ 1 മിനിറ്റ് മതി. അതുകൊണ്ട് ഞാൻ ഇവനും റെഡി ആയതിനു ശേഷം പെട്ടെന്ന് ഋതു റെഡിയായി ഇറങ്ങി. ഞങ്ങളിതാ ഒരു 5 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. എന്നിട്ടും നല്ല വെയിലുണ്ടായിരുന്നേ, അത്യാവശ്യം നല്ല ചൂടും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇരുത്തം കണ്ടിട്ട് ആരും വിചാരിക്കേണ്ട ഭയങ്കര ഡീസൻ്റ് ആണെന്ന്. ഒരുവിധം അവിടെ നിന്ന് ഒരു ബൂസ്റ്റൊക്കെ കുടിപ്പിച്ചെടുത്തിട്ട് ആളങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പാർക്ക്. അപ്പം മസ്കറ്റുള്ള എല്ലാവരും എന്തായാലും ഒന്ന് വന്ന് നോക്കണേ. കുറം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള പാർക്കാണ്. കുറച്ചും കൂടി ഒരു വിൻറ്റേജ് ലുക്കുള്ള ഒരു പാർക്കാണ്. കുറച്ച് വലുതാണ്, അത്യാവശ്യം കുറേ നടക്കാണ്ട്. നടന്ന് പാർക്ക് എത്തുമ്പോഴേക്കും മീലു ടയേർഡായി. പിന്നെ ഇവിടെ ഉണ്ടല്ലോ കുറച്ചും കൂടി സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടെ സൈക്ലിങ്ങും സ്കേറ്റിങ്ങും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനത്തെ കുറച്ച് വിൻറ്റേജ് ആയിട്ടുള്ള ലൈറ്റ്സും അതേപോലെ പാർക്ക് കുട്ടികൾ കളിക്കുന്ന ഏരിയാസും കുറേ അടിപൊളിയായിട്ട് നമുക്ക് ഭയങ്കര ഫ്രഷ് മൈൻഡ് ആവാനുള്ളൊരു പ്ലേസാണ്. അങ്ങനെ ഞങ്ങൾ നേരെ കുറേ നടന്ന് പോയിട്ട് ഒരു പാർക്കിലോട്ട് എത്തിയിട്ടോ. മിലു അപ്പോഴത്തേക്കും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു, കാരണം അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. അങ്ങനെ കുട്ടീൻ്റെ പേരും പറഞ്ഞ് വേറെ ആളതാണ് ആ പാർക്ക് പോയിരിക്കുന്നത്. പിന്നെ ഞാനൊന്നും പറയാൻ നിന്നില്ല, കാരണം ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മിലുവിനെയും കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ പോയിരിക്കും. പിന്നെ ഞങ്ങളുണ്ടല്ലോ ഇവിടെ കണ്ടതാണ് ഈ ഒരു വണ്ടി. ഇതൊരു 3 വീലറാണ്, പക്ഷേ ഇലക്ട്രിക്കുമാണ് മെക്കാനിക്കലാണ്. അങ്ങനെ ഞങ്ങൾ അതിലൊന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് നടക്കുകയെന്നേ. അപ്പോൾ അതിന് 5 റിയാലാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ അതിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ സൈക്കിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതാട്ടോ എടുത്തത്. ഇതാവുമ്പോൾ ഇലക്ട്രിക്കലുമാണ്. അങ്ങനെ എന്തിൻ്റെ കേടാണാവോ ഞങ്ങൾ ആ ചൂടത്ത് ഈ സൈക്കിളും ചവിട്ടി ഹ്യൂമിഡിറ്റിയും കൊണ്ട് ഞങ്ങൾ വൻ ടയർഡായി. പക്ഷെ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ, കാരണം ഞങ്ങൾക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാനാണ് ഓടിച്ചത്. മേലും അത് കണ്ട് പേടിച്ചിട്ട് ഒന്ന് തിരിഞ്ഞൊക്കെ നോക്കി. പിന്നെ അവൻ ഓക്കെ ആയി. എന്നിട്ട് പിന്നെ ഞാൻ അവൻ്റെ കൂടെ മുന്നിലിരുന്നേ. അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കേണ്ട വിചാരിച്ചിട്ട്. ഇപ്പോഴാണ് ഗൈസ് ഞങ്ങൾക്ക് നല്ല കാറ്റൊക്കെ കിട്ടുന്നത്, കാരണം ഋതു ബാക്കിൽ നിന്ന് നല്ലോണം ചവിട്ടുണ്ട് പാവം. അങ്ങനെ എന്നിട്ട് ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം ഈ പാർക്ക് എല്ലാവരും എന്തായാലും ഒന്ന് വന്ന് ട്രൈ ചെയ്യുക. മസ്കറ്റിലുള്ളവർ യൂഷ്വൽ പാർക്കിന് ഡിഫറെൻ്റ് ആണ് എന്തായാലും. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.